നിങ്ങൾക്കിപ്പം കുറച്ചൊന്ന് മോഡേൺ ആകണം, പക്ഷെ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി ഫാഷനബിൾ ആയാൽ കാണുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നുവാണെങ്കിൽ ഞാൻ പറയുന്ന 5 ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിമുടി മാറാൻ പറ്റും. ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഗോ ഫോർ എ ഹെയർ കട്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി ഷോർട്ട് ഹെയർ ആക്കേണ്ട. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ലെയർ കട്ടൊക്കെ ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെയർ കട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ടോട്ടൽ ലുക്കിൽ നല്ലൊരു ഡിഫറൻസ് വരും നമ്മുടെ ഹെയർ കട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. എപ്പോഴും കാണുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ കട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയർ കളർ ട്രൈ ചെയ്യാം. ഹെയർ കളർ ചെയ്യാന്ന് പറയുമ്പം ഒറ്റയടിക്ക് കയറിയിട്ട് തല ഫുള്ള് കളർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്കുന്നൊക്കെ ഞാൻ ഈ ചെയ്തേക്കുന്ന പോലെ ഇടയ്ക്കുന്നൊക്കെ കുറച്ചൊക്കെ കളർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നിങ്ങളുടെ ടോട്ടൽ ലുക്കിൽ നല്ലൊരു ഡിഫറൻസ് വരാനായിട്ട് ഈ ഒരു ഹെയർ കളറും ഹെയർ കട്ടും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ വെയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് അങ്ങോട്ട് ബോൾഡ് ഷെയ്ഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂഡ് ഷെയ്ഡൊക്കെ ഇട്ട് തുടങ്ങാം. അതല്ലെങ്കിൽ ഈ കളേർഡ് ലിപ് ബാംസ് ലിപ് ടിൻ്റ് ഒക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. മേക്കപ്പ് ഒന്നും തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മേക്കപ്പ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രൂം യുവർ ഐബ്രോസ്. നമ്മുടെ ഫേസിനെ കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ നയൻതാരയുടെ ഒക്കെ ഏത് ലുക്ക് എടുത്ത് നോക്കിയാലും മനസ്സിലാവും നയൻതാരയുടെ ഐബ്രോസ് എപ്പോഴും ഷാർപ്പ് ആൻഡ് വെൽ ഗ്രൂംഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഫേസിന് ആ ഒരു കണ്ണും ഐബ്രോസ് ഒക്കെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഐബ്രോസ് ഗ്രൂം ചെയ്യുന്നതോടൊപ്പം മസ്കാരയും കൂടെ വെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഡ്രസ്സിങ്. നിങ്ങളിപ്പം ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് ചുരിദാറൊക്കെ വെയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പതിയെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള കുർത്തീസ് ഒക്കെ വെയർ ചെയ്യാം. ഷർട്ട് മോഡൽ കുർത്തീസ് കിട്ടും. അതുപോലെ തന്നെ വീനെക്കിലൊക്കെ ഒരുപാട് നല്ല നല്ല ഫാഷനബിൾ ആയിട്ടുള്ള കുർത്തീസ്, ഫ്രണ്ട് സ്ലിറ്റ് വരുന്നത്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് സ്ലിറ്റ് വരുന്ന കുർത്തീസ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് കയറിയിട്ട് സ്കിന്നി ഫിറ്റ് ജീൻസ് ഒക്കെ വെയർ ചെയ്യാനായിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജീൻസാണ് വൈഡ് ലെഗ് ജീൻസ്. വൈഡ് ലെഗ് ജീൻസ് ആകുമ്പോൾ നമ്മൾ ഈ പലാസോസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ചുകൂടെ ലൂസ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് കിടക്കും. അപ്പം നമ്മൾ സ്കിന്നി ഫിറ്റ് ജീൻസ് വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. പിന്നെ ജീൻസിൻ്റെ കൂടെ പെട്ടെന്ന് ക്രോപ്പ് ടോപ്സ് ടീഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കുർത്തീസ് വരും, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഷോർട്ട് കുർത്തീസ് ഒക്കെ. അതിപ്പോൾ സ്കിന്നി ഫിറ്റ് ജീൻസിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരേ സമയം ട്രഡീഷണൽ ആയിരിക്കും, ട്രെൻഡി ആയിരിക്കും. ഇനി നിങ്ങൾ ടീഷർട്ട്സ്, ഓവർ സൈസ് ടീഷർട്ട്സ് ഒക്കെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റയടി അങ്ങനെ ചുമ്മാ അങ്ങനെ ഇടാതെ ഒന്ന് ടക്കിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ടമ്മിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിൽ ഒരു കേർവ് ലുക്ക് പോലെ ഒക്കെ ഇട്ട് ബാക്കിൽ ടക്കിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഒരു കേർവ് പോലെ ഇടും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു കേർവ് ലുക്ക് ക്രിയേറ്റ് ആകുമ്പോൾ ടമ്മിയൊക്കെ ഒന്ന് ഹൈഡ് ആവും. പിന്നെ ചപ്പൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സിനനുസരിച്ച് എപ്പോഴും ചപ്പൽസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ജീൻസ് ഒക്കെയാണ്, വൈഡ് ലെഗ് ജീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു ഷൂ ആയിരിക്കും അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വൈറ്റ് ഷൂസ്, അത്യാവശ്യം നല്ലൊരു ഷൂസ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ ജീൻസ് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ഷൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈലായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും. ചപ്പൽസ് ആണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റ് ചപ്പൽസ്, കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ള ഫ്ലാറ്റ് ചപ്പൽസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണെന്നുണ്ടെങ്കിലും കുർത്തീസിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാസ് ലുക്ക്. ഞാനിപ്പം 5 ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സാണ് പറഞ്ഞത്. അല്ലാതെ മോഡേൺ ആകാനായിട്ട് വേണ്ടി വെയിറ്റ് ലോസ് ചെയ്യുക, അല്ലെങ്കിൽ നിറം വെക്കാനായിട്ട് കുറേ ബ്രൈറ്റനിങ് ക്രീംസ് വാങ്ങി യൂസ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലുക്കിലോട്ട് ഒരു ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമുക്ക് പതിയെ പതിയെ ഡിഫറൻസ് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ടോട്ടൽ ലുക്കിൽ നല്ലൊരു ഡിഫറൻസ് വരും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി ഈ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.